പ്രിയപ്പെട്ട അട്ടപ്പാടി നിവാസികളെ, ദക്ഷിണേന്ത്യയുടെ സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് കൃത്യം 5 മണിക്ക് കാവുണ്ടിക്കല്ല് ഗ്രാമപഞ്ചായത്ത് കിണറിന് സമീപമുള്ള തുറന്ന മൈതാനിയിൽ എത്തിച്ചേരുന്നതാണ്. പ്രിയമുള്ള നാട്ടുകാരെ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് മനുഷ്യസിരകളിൽ ആവേശത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് തുറന്ന മൈതാനിയിൽ എന്ന് കൃത്യം 5 മണിക്ക് താരാധിപൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് தெரிஞ்சது கையளவு தெரியாதது உலகளவு. ഗ്രാമത്തിൽ എന്ന് കൃത്യം 5 മണിക്ക് ദക്ഷിണേന്ത്യയുടെ സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ സ്റ്റൈൽ മന്നൻ കാവുണ്ടിക്കല്ലിലോ படையப்பா இடியப்பா നിന്നും മുത്തുവായി நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. ஆண்டவன் சொல்றான் ஆனா இதுல புடிக்கிறான். சூப்பர் ஸ்டார் ரஜினிகாந்த் ஸ்டைல் மன்னன் ரஜினிகாந்த். நான் யோசிக்காம பேச மாட்டேன், பேசின பிறகு யோசிக்க மாட்டேன். അട്ടപ്പാടിയുടെ പൊന്നു മക്കളെ, ഈ വണ്ടിയുടെ തൊട്ടുപുറകിലായി സ്റ്റൈൽ മന്നൻ രജനീകാന്ത്. ദക്ഷിണേന്ത്യയുടെ ഇടിവെട്ട്. രോമകൂപങ്ങളുടെ അടിവേര് മരവിപ്പിക്കുന്ന ഉജ്ജ്വല രംഗങ്ങളിലൂടെ ആ മനുഷ്യ ഹൃദയത്തിന്റെ മാറാപ്പ് മാറ്റിക്കൊണ്ടുന്ന ഒരു ഇതിഹാസ ചിത്രം. കാവുണ്ടിക്കല്ല് പഞ്ചായത്ത് കിണറിന് സമീപം ഇന്ന് കൃത്യം 6:30 മണിക്ക് ആ സ്റ്റൈൽ മന്നൻ നടിച്ച പുലിക്കോട്ടെ വാലിബൻ. പുലിക്കോട്ടൈ വാലിബൻ അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടില്ലല്ലോടെ. നീ പല്ല് തെച്ചില്ലടേ, ഒരു അളിഞ്ഞ ചായയുടെ മണം. എനിക്ക് ചായക്കടയാണെന്ന് അവൻ കയ്യോടെ പിടിച്ചല്ലേ. നീ എന്ന് കുത്തിയിടുന്നത് ഞാൻ കണ്ടു. ഉണക്കപ്പുട്ട്. ആ വീരയുടെ മജ്ജയിൽ നിന്ന് ആ മുത്തുവിന്റെ ബീജമെടുത്ത് അരുണാചലത്തിന്റെ നെറുകയിൽ സ്ഥാപിച്ച് ആ ഭാഷയിലൂടെ പുനർജനിച്ച് ആ പടയപ്പയായി നമ്മെ നയിച്ച് ആ ബാബയായി മാറിയ സ്റ്റൈൽ മാനന്റെ ഇതിഹാസ ചിത്രങ്ങളുടെ സുപ്രധാന ഭാഗങ്ങൾ മാത്രം കൂട്ടിയിണക്കി അക്കുടം ചെയ്തെടുത്തൊരു പുതിയ കല്ലാവ് സൃഷ്ടി പുലിക്കോട്ടെ വാലിബൻ. കേവലം 2.5 മണിക്കൂറിൽ നിന്നുകൊണ്ടുള്ള 5 സിനിമകളുടെ താണ്ഡവം. അംബാസഡറിന്റെ സ്റ്റിയറിംഗ് വലിയ വണ്ടിയുടെ വീലാണത്. ഗോപുരങ്ങളിൽ നിന്നും അസുരപാണിയിലെ വിസ്മയം നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക്. സ്റ്റൈൽ മന്നം വരണം പറഞ്ഞിട്ട് സിനിമ കാണിക്കണം മിഷൻ കാണിച്ചാണ് നാട്ടുകാരെ പറ്റിക്ക. എന്നെ നിലച്ച എന്താണ് നിങ്ങൾ ആളെ പറ്റിക്ക? എവിടാ സ്റ്റൈൽ മന്നൻ? എങ്കട മന്നൻ? இவன் தான் நம்ம ஊருக்கு மன்னன், வில்லாதி வீரன், வீரமணி கண்டன். ஏய் ஈயம்புட்டு, ഓം നമ ശിവായ, യേശുദേവായ, അല്ലാഹു അക്ബർ. 3 പേരും കൂടി രാജനെ രക്ഷിക്കണേ. ഓ
അച്ഛനും മകനും എന്ന് വെച്ചാ ഞാനും എന്റെ അച്ഛനും. ഇന്നലത്തെ നിന്റെ മൂലവെട്ടി അടിച്ചിട്ട് എന്റെ മൂലം കരിഞ്ഞുപോയി. ഇതോ തൊണ്ണക്കുഴി ഉരുക്കണ നവസാരമല്ലേ മേമ്പൊടി. എന്തൊരു കുടി. എന്നതായി കാണിക്കണേ? മനുഷ്യന്മാരെ തിന്നണ പൊടിക്കാത്താണോ കൈയിട്ട് ഇളക്കുന്നേ? ചീ, വൃത്തികെട്ട ജന്തു. കലമോന്തിട്ട് പിടപ്പിക്കാതെ കുളിക്കുകയില്ല, പല്ലിയല്ല, കഴുകയില്ലാത്ത നീയാണോ എന്നെ വൃത്തി പഠിപ്പിക്കുന്നത്? 1.5 കിലോ അല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? എടുത്തോണ്ട് പോ. അയ്യോ, ഈ പൊടി എന്താ ഇങ്ങനെ ചോന്നിരിക്കുന്നേ? അതെന്താടാ? മുളക് പൊടിക്കുന്നതിനകത്ത് അരി ഇട്ടതാ. എന്തേ? അയ്യേ, അച്ഛൻ ഈ മൂല കുട്ടി എടുത്ത് പ്രാണായി കാണിക്കുന്നു. ഇവിടെ ആരും ഇല്ലേ? അല്ല, ഈ പേപ്പട്ടി നായരുടെ വീട് ഇതാണോ എന്ന് ചോദിക്കായിരുന്നേ. അത് നിന്റെ അമ്മയുടെ നായയുടെ പേരായിരിക്കണോ മോനെ? ക്ഷമിക്കണം, ചേട്ടനായിരുന്നു. ഈ 3 ഫേസ് ലൈൻ എവിടെ കിട്ടും ചോദിച്ചപ്പോ അത് നമ്മുടെ പേപ്പട്ടി നായരുടെ വീട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അതെ, കേട്ടത് മുഴുവൻ താമെന്ന് ചോദിക്കൂ. അല്ല, കേട്ടത് മുഴുവൻ ചോദിച്ചാ എന്റെ ടങ്കീസ് പൊട്ടുമെന്ന് എനിക്കറിയാം. അയ്യോ, ഇതിനെ ഇവിടുന്ന് പിടിച്ചു. വനത്തിന് പിടിച്ചതാ. അപൂർവനാ. അതെ, തനിക്കിപ്പോ എന്താ വേണ്ടേ? സപ്ലൈ വേണം. പുലിക്കോട്ടൈ വാലിബൻ സ്കോ ഞാനല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. ഓ, അന്ന് കാശ് ഉറപ്പിക്കാൻ വന്നവന്റെ കുഞ്ഞച്ഛനായിരിക്കും അല്ലേ? വല്യച്ഛനാ. അതെ, ഏതെങ്കിലും മേപ്പോട്ട് പോണ്ട. എന്താ അതിന്റെ പേര്? രാജ്. സ്റ്റൈൽ രാജ്. അയ്യേ, ഇത് പറയാനാ ഇത്ര താമസം? நான் லேட்டா சொன்னாலும் ஸ்டைலா சொல்லுவேன். അടിപൊളി അണ്ണാന്റെ വായില്. അത് കറക്റ്റ്. ഉനക്ക് താൻ തെറിയും. അന്നൊന്ന് 100 ഉറപ്പിച്ചല്ലേ? 100, 150. അയ്യോ, അതെന്നാ? നിനക്ക് സ്റ്റൈൽ ഇത്തിരി കൂടുതലാ. അയ്യോ, ഇത് വെറും സ്റ്റൈലാ. ഉള്ളു തൊണ്ട. നീ എന്നെ പേപ്പട്ടി നായരെന്ന് വിളിച്ചോനല്ലോ. അത് ഞാൻ വിളിച്ചല്ലോ. അതെ, ഇവിടുന്ന് 1 രൂപ കുറയ്ക്കത്തില്ല. ഇവിടുന്ന് 3 ഫേസ് വിലയിൽ 150 രൂപ രൊക്കം വെക്കണം. അപ്പൊ കുറയ്ക്കൂല? 1 രൂപ കുറയ്ക്കില്ല. എന്നാ 149 ആക്ക്. ചില്ലി പൈസ കുറയ്ക്കില്ല. നായരേ, നായർ സാബ്. എന്നാ പിടി, ചുട്ടപിടി, ദുഡ്ഡുക്ക് ചുട്ടയടി, രാജയ്ക്ക് ലൈൻ കൊണ്ടു. ഗം இருக்கா? ഗമ്മ? ആ, COME ഗം. പക്ഷ അതെന്തിനാ? ഈ അഗ്രിമെന്റ് ഒരു സ്റ്റാമ്പ് ഒട്ടിക്കാനാ. എഗ്രിമെന്റാ? എന്ത് അഗ്രിമെന്റ്? പറഞ്ഞുറപ്പിച്ച പ്രകാരം 150 രൂപയ്ക്ക് ക്യാമ്പ് തീരുന്നിടം വരെ കറണ്ട് തന്നോളാന്ന്. അയ്യടാ, ആ എഗ്രിമെന്റ് ഇയാടെ കൈ വെച്ചാട്ടെ. വല്ല ലൈമാമാരും വന്നേ ഫീസ് ഊരിക്കൊണ്ട് പോയാൽ ഞങ്ങൾ പിന്നെ എവിടെ നടത്തിട്ട് തരും കരണ്ട്? ആളൊരു ജനറേറ്റർ ആണല്ലോ. അല്പം തള്ളി നിന്നുകൊണ്ട് എല്ലാവരും ചില്ലറ തരിക. കടന്നു വരിച്ചേട്ടാ, കടന്നു വരിച്ചേച്ചി. വെറും 3 രൂപ. ബാൽക്കണി ഇല്ല, ഫസ്റ്റ് ക്ലാസ് ഇല്ല, ബെഞ്ചില്ല. എല്ലാവരും തറ. തറകൾക്ക് തറ മാത്രം. എന്നാ சொன்னே? இந்த ஊர் பொன்மக்களுக்கு பொன் தரை. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഊഞ്ചി മിഠായി.